മധുര മനോഹര വേദിയിലേക്ക് എത്തുന്നു യാസീൻ. വെൽക്കം യാസീൻ ഓൺ സ്റ്റേജ്. വരുന്നതൊരാന വെറൈറ്റി കണ്ടോ? ഒന്നും പറ്റിയില്ല. ഓക്കെ. ലാലേട്ടനാണോ വന്നേ? ഇപ്പൊ രണ്ടാളുണ്ട്. മമ്മൂക്കയുണ്ട്. അത് കണ്ടില്ലല്ലോ, നോക്കട്ടെ. ലാലേട്ടൻ ഇങ്ങനെ, പിന്നെ മമ്മൂക്ക ഇപ്പുറത്ത്. അപ്പം എനിക്ക് തോന്നുന്നു ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറഞ്ഞ നമ്മുടെ ബിജു നാരായണനും പിന്നെ ആരായിരുന്നു? വിധു പ്രതാപും കൂടെ പാടിയ ഒരു പാട്ടുണ്ട്. കറക്റ്റ്. നല്ല രസമുള്ള ഒരു അടിപൊളി പാട്ടാ. നിനക്ക് പറ്റും, കാരണം നിനക്ക് നല്ല ഉശിരുണ്ട്. സന്തോഷായി. അവന് ബെൽറ്റ് കെട്ടിയിട്ടുണ്ടോ? കയറോ? എവിടെ നോക്കട്ടെ. എന്ത് കയറാണ്? മറ്റേ ഇതാണോ? പ്ലാസ്റ്റിക് കയറാണോ? അല്ല, നമ്മളെ തുണി പോലത്തെ കയറ്. മുണ്ടത്തിരി പൊങ്ങിയിരിക്കുന്നുണ്ട്. നോക്കുവാ ഇതുപോലെ പാവാടയുടെ വള്ളി. പാവാടയുടെ ആരുടെ പാവാടയാ? മേക്കപ്പ് റൂമിൽ എടുത്തത്. കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഞാനവിടെ കണ്ടപ്പോ അതെടുത്ത് നെയ്സിൽ കെട്ടി നന്നായത്. അല്ല, അപ്പുറത്താരും ഇങ്ങനെ നടക്കണ്ട. ഞങ്ങള് കണ്ടേ പറഞ്ഞില്ലേ, മിടുക്കനാ. വളരെ മിടുക്കൻ. കാരണം അവന് ബെൽറ്റ് കിട്ടിയില്ല. എന്ത് സാരമില്ല മോനെ, നിനക്കൊരു വലിയ ഭാവിയുണ്ട്. ആ ഭാവി എന്താണെന്ന് പാട്ട് കഴിഞ്ഞ് ഞാൻ പ്രവചിക്കാം. സോ അപ്പൊ അടിച്ചുപൊളി പാട്ടാണ്. ഡാൻസേഴ്സ് ഉണ്ടോ? കോറസ് ഉണ്ടോ? കോറസും ഉണ്ട്. എല്ലാരും വിളി. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോനെ. ഓൾ ദി ബെസ്റ്റ്. സ്വന്തക്കാരൻ തേന്മാവിൻ കുമ്പത്തിൽ അലുചീട്ടൻ തേൻ പോലെ പാടുന്നൊരു പാട്ടുകാരൻ. ആ രണ്ടാം മമ്മൂക്കായെ ആഭാസം പറയുന്നത് ഓട്ടോ വിട്ടു പോകൂല. മമ്മൂക്ക
ഷാരൂഖ് ഖാൻ സർ കാലക്ക് കേട്ടടാ. താങ്ക് യു സർ. സംഭവം സൂപ്പർ. താങ്ക് യു സർ. യാസിൻ പൊളിച്ചു. പിന്നെ ഇതിനകത്തുള്ളൊരു ചെറിയൊരു സംഭവം എന്ന് വെച്ചാല് രണ്ടുപേര് പാടിയ പാട്ടാണ്. അപ്പൊ രണ്ടുപേരും അവരുടെ ഫുൾ പവറിൽ പാടിയിരിക്കുന്ന ഒരു പാട്ടാണ്. അത് ഒറ്റയ്ക്ക് യാസിൻ കുഞ്ഞ് എടുക്കുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങളിൽ അങ്ങോട്ട് എത്തിയില്ല. എസ്പെഷ്യലി അനുപല്ലവിയുടെയും ചരണത്തിന്റെ എൻഡില്. സാർ 2 ദിവസമായിട്ട് നല്ല മൂക്കടപ്പും പനിയൊക്കെ ആയിരുന്നു. ഹൈപ്പിച്ച് പോവാൻ നല്ല പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള സ്ഥലത്തെല്ലാം പോയല്ലോ. തുടക്കത്തിലൊക്കെ നന്നായിരുന്നു. വലിയൊരു പോർഷൻ വന്നപ്പോഴത്തേക്ക് അത് അങ്ങോട്ട് നിൽക്കുന്നില്ല. അവിടെ അങ്ങോട്ട് ഇടിച്ച് നിൽക്കണ്ടേ. അതങ്ങോട്ട് ചെന്നിട്ട് എന്താണ് അടി തെറ്റിയലാട്ടം ആ സ്ഥലം വരുമ്പോഴത്തേക്ക് നീ ആടി. ഡ്യുവറ്റ് പാടുമ്പോഴത്തേക്ക് ഒരാളും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പവർ കൂടും. നമുക്കൊന്നുകൂടെ ഒരു ഈസിനെസ് കിട്ടും അല്ലേ? പാടാനൊരു സുഖം കിട്ടും. അതും ഏതൊരു ഇത് പാടിയില്ലേ, അത് ഒറ്റയ്ക്ക് പാടിയാലും പാടാം. പക്ഷെ രണ്ടുപേര് പാടുമ്പോഴേ രണ്ടുപേര് പാടുമ്പോ അതിന് നമ്മുടെ ഓഡിയൻസിനുണ്ടാകുന്ന ഒരു ഇമ്പാക്ട്. പണ്ട് ഞാൻ ഇതില്ലേ മറ്റേ പടകാളി ചണ്ടിച്ചങ്കരി പോർക്ക് അത് ഞാൻ ഒറ്റയ്ക്കാണ് പാടിക്കൊണ്ടിരുന്നത്. ഒറ്റയ്ക്ക് പാടി. പിന്നെ ഞാൻ വിചാരിച്ചു അത് ശരിക്കും ഒരു ഡിബേറ്റ് അല്ലേ. അപ്പൊ അത് നമ്മൾ ഫോർ ദ ഓഡിയൻസ് അവർ കേൾക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ദാസേട്ടനും ഞാനും കൂടെ പാടിയത് ഞാനും വേറൊരാളും കൂടെ പാടുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്ട് ഞാൻ തന്നെ പാടിയ കിട്ടത്തില്ല. അപ്പൊ എന്തായാലും മോൻ പാടിയത് നന്നായിരുന്നു. ഡാൻസേഴ്സ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓർക്കസ്ട്ര മാക്സിമം അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ബാക്കപ്പ് ചെയ്തു. എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ട്രീറ്റ് ആയിരുന്നു. അത് കൂടുതലൊന്നും പറയാനില്ല. കാലക്കി മോൻ. താങ്ക് യു സർ. യാസീൻ സർ ഉഗ്രനായിട്ട് പാടി, വളരെ നന്നായിരുന്നു കേട്ടോ. ഉഗ്രനായിരുന്നു. ഹൈപ്പിച്ച് പോകുന്ന പോർഷൻ മാത്രമാണ് എനിക്കും തോന്നിയത്. ബാക്കിയൊക്കെ നന്നായിരുന്നു. കുറച്ചും കൂടി ഈ ഒരു പവർ വേണം തോന്നി. ഇപ്പൊ ശ്രീകുടൻ പറഞ്ഞല്ലോ, അതാണ് തോന്നിയത്. മുണ്ട് ഇത്തിരി അഴിഞ്ഞെന്ന് തോന്നുന്നു താഴത്തേക്ക് ഒരു പടി ഒരു ശകലം. ഇതുപോലത്തെ പാട്ടൊക്കെ പാടാറുണ്ടോ? പടകാളി തന്നെ പാടാറുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു. അവനെല്ലാം പാടും. എന്തോ ഫസ്റ്റ് പല്ലവി ഒന്ന് കേൾക്കണോ? ഞാനൊന്ന് കേക്കട്ടെ. പടകാളി ചണ്ടിച്ചങ്കരി പോർക്കിളി മാർഗടി ഭഗവതി കിടിനിൽ അരിവോടിഞ്ഞിത്തിരി കനിയണമേ പരമേളം ചണ്ടച്ചെങ്കില് തിത്തുടി മത്തുള്ള മരമണി കിളിങ്ങടി പലതാളം തക്കിട തകിടകത ചുവടുകളിനി കരുഞ്ഞടികട പിഴയരുതേ ഹോയ് അമ്മ ഹോയ് ഹോയ് അടവുകളുടെ ചുടുപകിടകൾ അരുളണം ഒരു വനമതി അരുളണമേ ഒതുങ്ങി പതുങ്ങി ചൊലുങ്ങി ചുതുങ്ങി ചേ ചേ പണ്ടങ്ങി ഗുണുങ്ങും മണങ്ങൻ തലങ്ങും വിലങ്ങും കുരുങ്ങി പതുങ്ങി അയ്യേ ഈ മരമണിയൊരു ഞാനെതിരല്ലട പോ. നീ ആള് പുലിയാണ്. അതെ 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 പുലിയാ. അപ്പൊ കൊള്ളാം അല്ലേ? മിടുക്കനാ അല്ലേ ശ്രീകുടൻ ചേട്ടാ? അവൻ എല്ലാ കാര്യത്തിലും മിടുക്കനാ. അല്ല മീനൂട്ടി പറഞ്ഞപ്പോ ആ മിടുക്കനിൽ എന്തോ ഒരു ഓക്കെ 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 ഓക്കെ. യാസിൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. യാസിൻ കുട്ടാ തകർത്തു വന്ന് നല്ല രസമായിട്ട് പാടി. യാസിൻ്റെ അടുത്തുനിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഇങ്ങനത്തെ പാട്ടുകളൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോൾ യാസിൻ പൊളിക്കും തകർക്കും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതേപോലെ ഇന്നും എന്നത്തെ പോലെയും എപ്പോഴത്തെ പോലെയും നമ്മളൊക്കെ എന്റർടൈൻ ചെയ്തു. നല്ല രസമായിരുന്നു. ഡാൻസേഴ്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അല്ലേ? ലാലേട്ടൻ്റെ ഒരു ഗ്രൂപ്പ്. പ്രശ്നമുണ്ട്. വാടാ തെമ്മാടിന്ന് പാടിയപ്പോ ശ്രീകുടൻ ചേട്ടനെ നീ പോടാ കൂത്താടിന്ന് പറഞ്ഞപ്പോ എന്നെയും നോക്കി. കമ്മി എന്ന് പറഞ്ഞപ്പോ മുതലേം നോക്കി. അതെ സ്പൈഡർമാനോ? ഞങ്ങളോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഉണ്ടെങ്കി പറയടാ. ഞങ്ങളോട് ദേഷ്യമൊന്നുമില്ലല്ലോ. സ്നേഹം മാത്രം. ഭയങ്കര സ്നേഹം മാത്രമേ ഉള്ളൂ. അവന്റെ മുഖം കണ്ടാലേ അറിയില്ലേ പാവം. ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്ത് നമ്മൾ ഞെട്ടിക്കുന്നുള്ളത് ശരിയാണ്. പക്ഷെ ഉള്ളിലൊരു നല്ലൊരു ഹൃദയമുള്ളൊരു വ്യക്തി. നല്ല പയ്യനാണ്. നല്ല പയ്യൻ എന്ന് വെച്ചാൽ നല്ല പയ്യനാണ്. ரொம்ப നല്ല പയ്യൻ. സൂപ്പർ പെർഫോമർ ആടാ നീ. ഇതേപോലെ ഞെട്ടിക്കണം കേട്ടോ. MG സാർ പറഞ്ഞ മാതിരി ഒരു അഭിപ്രായം എനിക്കും വന്നു. ഇതൊരു കോമ്പറ്റീഷൻ പോലെയുള്ളൊരു സോങ് ആണ്. അപ്പൊ ആ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു ഫൈറ്റ് കുറച്ചുകൂടെ ആ ഒരു ഫൈറ്റിന്റെ ആ ഒരു എലമെന്റ് കൊണ്ടുവരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ. പക്ഷെ ഓവറോൾ പക്ഷെ ഈ ഒരു പാട്ട് ഒറ്റയ്ക്ക് എടുത്ത് പാടിയല്ലോ, അത് നല്ല കാര്യം തന്നെയാണ്. സൂപ്പർ ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. സോ മോനെ നന്നായിരുന്നു. So we are giving you 99 out of 100. Thank you sir. ആദ്യ ഒരു രസികൻ പൂക്കുറ്റി. Thank you sir. Now all the best. Okay. Ta-ta. Ta-ta.
ചന്തം പകർന്ന പാട്ടുവേദിയിലേക്ക് എത്തുന്നു മെറിൽ കുട്ടി. വെൽക്കം മെറിൽ ഓൺ സ്റ്റേജ്. ഹലോ. ഹലോ മെറിൽ, എന്തോ കാണാൻ അതിമനോഹരിയായിരിക്കുന്നു. കാരണം ആ ഡ്രസ്സ്, അതിന്റെ കളറ് ബ്യൂട്ടിഫുൾ. എന്ത് കളറാണെന്ന് എനിക്കറിഞ്ഞൂടാ, ഇവർക്കൊക്കെ അറിയാം. മെറൂൺ, മെറൂൺ ആണോ? മെറൂൺ, നൈസ് ഔട്ട്ഫിറ്റ്, നന്നായിരിക്കുന്നു. മധുവങ്കളിനെ കണ്ടിട്ടില്ലേ? ആ കണ്ടിട്ടുണ്ട്. എപ്പോ കണ്ടു? ഖത്തറിൽ ഒരു പ്രാവശ്യം പ്രോഗ്രാം വന്നപ്പോ ഞാൻ കണ്ടു. പിന്നെ വിഷുവിന്റെ എപ്പിസോഡിന് കണ്ടില്ലേ? ആ അന്നും കണ്ടു. ഞാൻ വിചാരിച്ചു മുടിയുടെ അറ്റത്ത് കളർ ചെയ്ത് വെച്ചിരിക്കണെന്നാ വിചാരിച്ചേ ആദ്യം. അല്ല, ഫുൾ തല കളർ ചെയ്തു. എന്നിട്ട് അത് വളർന്നപ്പോ ഇവിടെ കറുപ്പ് വന്നു, ഇവിടെ ആ മറ്റേ കളർ. ഞാൻ വിചാരിച്ചു മുടി ഇങ്ങനെ കിടക്കാണ്, മുടിയുടെ അറ്റത്ത് ഇത് മുടിയുടെ അപ്പൊ എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ മീനോട്ടെ. അതെ, മുടി ഇങ്ങനെ വിചാരിച്ചു ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് വരാം. അതെന്ത് കളറാ ചെയ്തിരിക്കണ തലയല്ലേ? എനിക്കറിയില്ല, അവരെന്തോ ചെയ്തു. അത് ശരി. ഏത് പാട്ടാണാവോ? അകലെ 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 അല്ല അല്ല, അകലെ 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 അതല്ല. അതാണോ? പിന്നെ അകലെ ഓക്കെ. അകലെ ആ പാട്ട്. അതേത് പാട്ട്? ആരോ പാടും. അതെ, ഞാൻ കേട്ടിട്ടില്ല. ആരോ പാടും. MJ ചന്ദ്രൻ സാറുടെ പാട്ടാ. MJ ചന്ദ്രൻ ആരാ? മ്യൂസിക് ഡയറക്ടർ. ഓഹോ, അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടോ? അത് ശരി. പിന്നെ എഴുതിയതാരാ? എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി. ഓ, അങ്ങനെ ഒരു എഴുത്തുകാരനുണ്ടോ? ഉണ്ടല്ലേ? ഓ, പാടിയതോ? ചിത്രാമ്മ. കാർത്തിക് ചേട്ടനും പാടിയിട്ടുണ്ട്. ആണോ? ആരാ കാർത്തിക്? പാട്ടുകാരൻ. ഓഹോ, അങ്ങനെ ഒരു പാട്ടുകാരനോ? അത് ശരി. വാട്ട് എ സർപ്രൈസ്. ഫാന്റാസ്റ്റിക് ന്യൂ സോങ് അല്ലേ? ഒരു പുതിയ പാട്ട്. സിനിമയിലാണോ? ഏത് സിനിമ? അകലെ. അകലെ. അങ്ങനെ ഒരു സിനിമയോ? മക്കളെ, എന്തോ MJ സാർ ഇവിടെ ഒരുപാട് നാള് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അറിയാമല്ലേ? അറിയാം. അതിലെ ഗിരീഷ് എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ബ്രദറാണ്, അറിയോ? ചിത്ര എന്ന് പറഞ്ഞാൽ ചിത്ര എന്റെ വീട്ടിലായിരുന്നു പഠനം മുഴുവൻ, പഠിച്ചത് മുഴുവൻ, ഒരു കുടുംബം പോലെ. ഓക്കെ, നല്ല പടം, നല്ല പാട്ട്, നല്ല സെലക്ഷൻ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
ഞാൻ കട്ട് ചെയ്ത് അയച്ചു തരാം കേട്ടോ, ഇതൊന്ന് വരുമ്പോഴത്തേക്ക്. മെറിലെന്ന് പറഞ്ഞാൽ ഇവിടെ ഖത്തറിലുള്ളൊരു കുട്ടി. പുള്ളിക്കാരിയാണ് പാടിയത്. സത്യമായിട്ട് പാടി. കമ്പോസിഷൻ ആൾസോ നമുക്കൂടെ പാടാൻ തോന്നുന്ന രീതിയിലുള്ളൊരു സംഭവം. ഒരു രക്ഷയില്ല കേട്ടോ. 100 പ്രാവശ്യം കേട്ടാലും അത്. പിന്നെ ഇവരുടെ ഈ ഗ്രൂപ്പും വയലിനും അതെല്ലാം കൂടെ വന്നപ്പോഴേ നമ്മൾ ഇവിടെ നിന്ന് സീറ്റിൽ നിന്ന് എണ്ണീറ്റ് പോയി. അത്ര അതിമനോഹരം. ദൈവം അനുഗ്രഹിക്കട്ടെ. മെറിൽ, ഞാനിപ്പോ ഫോണിൽ സംസാരിച്ച ആരാന്നറിയൂ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എം ജയചന്ദ്രൻ. ഞാൻ കുട്ടനെ വിളിച്ച് പറയുമായിരുന്നു. കാരണം ഖത്തറിൽ നിന്നൊരു മെറിലെന്നൊരു കുട്ടി ഒരുപക്ഷെ ആ പാട്ടിലുള്ളതിനെക്കാട്ടിലും ഒരു എക്സ്ട്രാ ഫീൽ കൊണ്ടുവന്ന് ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. എപ്പോഴെങ്കിലും കാണുമ്പോൾ പരിചയപ്പെടുക. ഓക്കെ, എന്തായാലും മോള് ഒന്നും ബിയോണ്ട് വേർഡ്സ് ആണ്. നന്നായിട്ട് പാടി. എക്സെപ്റ്റ് ആ ലാസ്റ്റ് ആ ഫ്രേസ് എന്നുള്ള ലാൻഡിങ് ഒഴിച്ച് ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. വാക്കുകളില്ല, കാരണം അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഓർക്കസ്ട്ര തൊഴുത് നമിച്ച് ഞാൻ. വാട്ട് എ സോങ്! എന്തൊരു പാട്ടാക്കാം, ഒരു രക്ഷയില്ല. നമ്മളെപ്പോൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളങ്ങ് വല്ലാണ്ടങ്ങ് ഇഴുകി ചേർന്നു. നമ്മുടെ മനസ്സിൽ ദുഃഖമാണെങ്കിൽ ദുഃഖം കൂടും. നമ്മുടെ മനസ്സിലൊരു മ്യൂസിക്കൽ ഹാപ്പിനെസ് എന്ന് പറയും, ഒരു സംഗീതത്തിൻ്റെ ഹാപ്പിനെസ് ആണെങ്കിൽ അത് കൂടും. അങ്ങനെയുള്ളൊരു ഒരു ഒരു പാട്ടാണ്. അതിൻ്റെ ഓർക്കസ്ട്രേഷനും ലിറിക്സും ഗിരീഷും പിന്നെ എം ജെ കുട്ടനും അപാരമായിട്ട് പാടി. വാക്കുകളൊന്നുമില്ല, ഞാൻ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. ഇനി ബാക്കിയെല്ലാം തൻ്റെ തലയിലെഴുതി. ഓൾ ദി ബെസ്റ്റ്. മെറിൽ ഉഗ്രനായിരുന്നു, അസലായിട്ട് പാടി കേട്ടോ. വളരെ നല്ല ഫീലോടുകൂടി ആദ്യം മുതൽ അവസാനം വരെ നല്ല ഫീൽ ഉണ്ടായിരുന്നു. പ്രോഗ്രാംസിനൊക്കെ പാടാറുണ്ടോ? ആണോ? ഓ, അത് ശരി. ഓക്കെ, എന്തായാലും ഒരു പ്രൊഫഷണലിസം കാണുന്നുണ്ട് സിംഗിങ് ആ പാട്ടില്. ഓക്കെ, നന്നായിട്ടുണ്ട്, നന്നായി വരും. എന്തായാലും ഇതൊരു തുടക്കമാവട്ടെ. ഒരു കുട്ടൻചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ലത് വരട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മെറിൽക്കുട്ടാ, ഓസം പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങളൊക്കെ എന്താ പറയാ, ഈ പാട്ടിന്റെ ഒരു ആത്മാവ് അറിഞ്ഞ് പാടാന്ന് പറയാം. അതിൻ്റെ ഒരു സോൾ അറിഞ്ഞാണ് മോള് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. വെറുതെ പാടി പോവാതെ ആ പാട്ടിൻ്റെ എങ്ങനെ ഫീല് കൊടുക്കണോ, എങ്ങനെ ഡൈനാമിക്സ് കൊടുക്കണോ, അത് ഈ ഒരു പ്രായത്തിൽ അത്ഭുതമാണ് മോളെ. ആ ഒരു ഹാർഡ് വർക്കിന് ഇവിടെ റിസൾട്ട് ഉണ്ടായി. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്താ പറയുക, വല്ലാതെ നമ്മൾ വേറെ ഒരു വല്ലാത്തൊരു ലോകത്തേക്ക് എത്തിച്ചു. അത്ര നമുക്ക് എന്തോ ഒരു പെയിൻ, പാടിക്കഴിഞ്ഞപ്പോൾ ഒരു പെയിൻ ഉണ്ടായിരുന്നു മനസ്സിൽ. ഏതോ
വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. ആ പാട്ടിനെ ഉൾക്കൊണ്ട് അതിൻ്റെ എമോഷൻ ഉൾക്കൊണ്ട് പാടുക എന്നുള്ളതാണ്. എം ജയചന്ദ്രൻ അതെ അതെ കേൾക്കുന്നവരെ കൂടി ആ ഒരു അതേ ഫീല് മോൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഒരു ഫീല് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റി മോൾക്ക്. ഇത് ഉറപ്പായിട്ടും എം ജയചന്ദ്രൻ സാർ കേട്ടിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ ഒരു മൂവിയിൽ മോൾക്ക് ഉറപ്പായിട്ടും ചാൻസ് കിട്ടും. സാർ കേൾക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ചാൻസ് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഡിയർ. താങ്ക് യു. സോ അങ്ങോട്ട് പറയുന്നു താങ്ക് യു വെരി മച്ച്. ഗിവിംഗ് യു 100 out of 100. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. മേൽക്കുട്ടി സന്തോഷായില്ല? സന്തോഷായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ. മധുരസ്വര വേദിയിലേക്ക് നമ്മുടെ ആഗ്നസ് കുട്ടി എത്തുന്നു. വെൽക്കം ആഗ്നസ് ഓൺ സ്റ്റേജ്. ഹലോ. ആഗ്നൂസ്, എന്തൊക്കെയുണ്ട് പിന്നെ? സുഖം. വിഷു ഒക്കെ കഴിഞ്ഞു. വിഷു കൈനീട്ടം വാങ്ങി പിന്നെ വീട്ടിലൊക്കെ പോയി എല്ലാരെയും കണ്ടു. 10ാം ക്ലാസ് റിസൾട്ട് വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ. അതിനകത്ത് എങ്ങനെയാണ് 7 നിലയിൽ ജയിക്കുമോ അതോ അല്ല അങ്ങനെയാണ് സാധാരണ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത്. 7 നില ജയിക്കുമോ? +2 എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? 7 നില ജയിക്കുമോ? ഞാൻ 7 നില ജയിക്കാൻ എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു. അല്ല ഇന്ന് വരെ ആരെങ്കിലും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് MG, മിനിമം ഗ്യാരണ്ടി ഓർ മാക്സിമം ഗ്യാരണ്ടി. മക്കളെ എല്ലാത്തിനും ജയിക്കും കേട്ടോ, നീ പേടിക്കണ്ട. ഞാൻ ഇവിടെ ഒരു പള്ളിയിൽ പോയിട്ട് നേർച്ച ഇട്ടിട്ടുണ്ട്. മതങ്ങൾ വന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥലത്ത്. ഞങ്ങളുടെ തൊട്ടടുത്ത് പള്ളിയിലാണ്. അതെ അതെ. ഓ അവിടെയാണ് സ്ഥലം. ഓ ശരി. ഏത് പാട്ടാ? ജാനകി ജാനകി. ഓ എന്താ മനോഹരമായിട്ടുള്ള ഗാനം. മധു, ഇതിന്റെ ഒരു രസം അറിയോ? ഇത് ധ്വനി എന്നുള്ള സിനിമയില്ലേ, 1988 ധ്വനി എന്ന കാസറ്റും ചിത്രം എന്ന കാസറ്റും ഒരൊറ്റ ദിവസം റിലീസാവുന്നു. 2 കാസറ്റിലെ നല്ല പാട്ടാണ് ധ്വനിയും ചിത്രവും. പക്ഷേ ഇതിനകത്തുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രചന യൂസഫ് അലി കച്ചേരി, പിന്നെ നൗഷാദ് സാർ പറയണോ, അദ്ദേഹത്തിൻ്റെ സംഗീതം സംതിങ് ഡിഫറെൻ്റ് ആയിരുന്നു ഇത്. പക്ഷെ അത് കമേഴ്സ്യലെന്ന് മോഹൻലാൽ അങ്ങനെയുള്ള ഒരു കമേഴ്സ്യൽ ചിത്രമാണ്. ഇതൊരു കമേഴ്സ്യൽ ചിത്രമല്ല, ബട്ട് കമേഴ്സ്യൽ ആണോ എന്ന് വെച്ചാൽ ഒരു ക്ലാസിക് കമേഴ്സ്യൽ ഫിലിമായിരുന്നു. ബട്ട് സോങ്സ് 2 പടത്തിലെയും ഇപ്പോഴും സൂപ്പർ ഹിറ്റാണ്. സർ നൗഷാദ് സാർ ഒറ്റ മൂവി മലയാളം ചെയ്തിട്ടുണ്ട്. എന്തിന് കൂടുതൽ എന്താ ഒരു പാട്ട് കേട്ടു. അതെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ആഗ്നസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. जाने मोक्ष कवा
ആഗ്നസ് എന്തോ നല്ല പാട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നൗഷാദ് എന്ന ലെജൻഡിന്റെ സോങ്, അതുപോലെ തന്നെ യൂസഫ് അലി കച്ചേരി, ദാസേട്ടന് പാടുമ്പോൾ എപ്പോഴും അക്ഷരങ്ങൾ ഇപ്പം നമ്മൾ യൂട്യൂബിൽ കേൾക്കുമ്പോഴും നമുക്കൊരു സംശയം തോന്നാറില്ല. ഒരു 99%ഉം അത് കറക്റ്റായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത സ്റ്റുഡിയോയുടെ എന്തെങ്കിലും കുഴപ്പം കാരണം, പഴയ സ്റ്റുഡിയോ അല്ലേ, ഓരോ സ്റ്റുഡിയോയിൽ പാടുമ്പോഴും അക്ഷരങ്ങൾക്ക് ചിലപ്പം വ്യത്യാസം വന്നേക്കാം. അല്ല ദാസേട്ടൻ്റെ കുഴപ്പമില്ല. അപ്പോൾ മോളിന്ന് പാട്ട് പൂർണ്ണമായിട്ട് കേട്ട് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. മോള് പാട്ട് പാടി, പക്ഷെ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഹമ്മിങ് തൊട്ട് അവസാനം നിർത്തിയിടം വരെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ പാട്ടിനകത്ത്. ഇപ്പോൾ സുശീലാമ്മയാണെങ്കിലും ജാനകിയമ്മയാണെങ്കിലും ദാസേട്ടനെ മാറ്റി നിർത്തുന്നു. അവർ നമ്മളുടെ മലയാളി അല്ലെങ്കിൽ പോലും അവരുടെ അക്ഷര സ്ഫുടതയെ വെല്ലാൻ ഇന്ന് ഇവിടെ ഒരു മലയാളികൾ ഇല്ലെന്നുള്ളതാണ് അതിൻ്റെ സത്യം. നമുക്ക് നല്ലതെന്നേ പറഞ്ഞേ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല? ആര് പാടിയാലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, അക്ഷരം കൃത്യമായിട്ട് പറഞ്ഞാൽ കൃത്യമായി എന്ന് പറയും. മലയാളികൾക്ക് എപ്പോഴും ഇപ്പോൾ ന്യൂ ജനറേഷൻ ആണെങ്കിൽ അവരെന്തൊക്കെ കാണിച്ചാലും അവർ മലയാളം മാറ്റി പാടിക്കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ മോള് ഒരുപാട് കാര്യങ്ങൾ, വിഷാദകാലം, അങ്ങനെ ഒരുപാട് അക്ഷരങ്ങൾ. കാരണം ഒന്നാമത് ഒരു സാൻസ്ക്രിറ്റ് ടച്ചുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് വിഷാദകാലേ സഖ ത്വം ഏവ, അതൊക്കെ കൃത്യമായിട്ട് ഫീമെയിൽ വെർഷനായാലും മെയിൽ വെർഷനായാലും അവർ പാടി വെച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ട് പഠിച്ചില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുപോലെ പല സ്ഥലങ്ങളിൽ എന്താണ് മനോഭിരാമ, ഏതാണ്ട് അഭിരാമി എന്നൊക്കെ പറയുന്നതല്ല, മനോഭിരാമ അങ്ങനെ പറയണം മോളെ. ആദ്യത്തെ ലിറിക്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ പറയണം. ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഈസിനെസ്, പാടുന്നതിൻ്റെ ഈസിനെസ്സും എങ്ങനെയാണ് പാടിയിരിക്കുന്നതെന്നും കൂടെ നോക്കണം. ഇപ്പം തുടക്കം തന്നെ രാമ, അതാണ്. അതെ, അങ്ങനെ പിടുത്തമില്ല. രാമ, അതാണ് ആ ഫീല്. അതുപോലെ മോക്ഷ കവാടം അന്ന് പാടിക്ക്. കൃത്യമായിട്ട് മായിൽ മധ്യമത്തിൽ കൃത്യമായിട്ട് വരണം. അങ്ങനെ ഉണ്ടോ? നാഹം നാഹം അതല്ലേ ഉള്ളൂ. ആയിക്കോട്ടെ. ജാനേ ജാനേ, അവിടെ ആ ഫീലും ഡൈനാമിക്സ് എല്ലാം വരണം. അടുത്ത മോക്ഷകവാടം. ആ നോട്ട് അവിടെ എല്ലാം കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഈ പാട്ട് ഈസിനെസ് വേണം, സംഗതികളിൽ ക്ലിയറായിട്ട് കാണിക്കുകയും വേണം. അതുപോലെ ആഗമസാര, അവിടെ പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ ഒരു ഗ്ലിം വന്നു. അതെന്ത് പറ്റിയത്? അത് തൊണ്ട ഡ്രൈ ആയി പോകുന്നു. അല്ലേ, ഇനിയിപ്പം മോളിപ്പം ഒരുപാട് പാടിയില്ല ഇതിനകത്ത് അല്ലേ, കുറേ പാട്ടുകൾ പാടി. ഇനിയിപ്പം നമുക്ക് ഒരു എക്സ്ക്യൂസും അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ സ്നേഹപൂർവ്വം പറയാണ്, അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാൻ പാടില്ല. നമ്മളെപ്പോഴും വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് പാടി അത് വിജയിക്കണം എന്നുള്ളൊരു ധാരണ വരണം. അല്ലാതെ പേടിയോ തൊണ്ട ഡ്രൈ ആയെന്നോ. ഓഫ് കോഴ്സ് അസുഖം വന്നാൽ ഓക്കെ, നമുക്ക് പറയാം. നല്ല 1ാം ക്ലാസ് ശബ്ദമാണ്. ആ ശബ്ദത്തിൽ ഇതെല്ലാം അതിമനോഹരമായിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് പാടിയ എങ്ങനെ ഇരിക്കും. കുറേ സ്ഥലങ്ങളൊക്കെ നന്നായിരുന്നു ചരണത്തിൽ, പക്ഷെ അതല്ല. ഇതിനകത്ത് മൊത്തം നമ്മൾ ഈ പാട്ട് കോടാനുകോടി ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റി വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. അതിനകത്തൊരു അംശം പോയി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നതിനെക്കാട്ടി കൂടുതൽ ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സംഗീത സ്നേഹികൾ പറഞ്ഞു കാണും ഇതിനകം പാടിക്കൊണ്ടിരിക്കുമ്പോൾ. അതിനി അങ്ങനെ വരരുത്. പാട്ട് ഓക്കെ, ഒരു എന്താണ് സാധാരണ പാടുന്നൊരു കുട്ടിക്ക് ഓക്കെ, പക്ഷേ ആഗ്നസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗായികയ്ക്ക് ഇത് പോരാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആഗ്നസ്, എന്തോ പാട്ട് ചില ഭാഗങ്ങൾ ഇപ്പോൾ ശ്രീകുടിച്ചേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിരുന്നു മോള് പാടിയത് കേട്ടോ. ഇനിയിപ്പോൾ ശ്രീകുടിച്ചേട്ടൻ പറഞ്ഞത് തന്നെ ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ ഹമ്മിങ് പാടുമ്പോൾ രാ എന്ന് പറയരുത്, രാമ ഡയറക്റ്റ് രാ. ആദ്യത്തെ എ രാമ എന്നാണ് കേട്ടത്, രണ്ടാമത്തെ അരാമ എന്ന് കേട്ടു, മൂന്നാമത്തെ അരാമ എന്ന് കേട്ടു. അങ്ങനെ പറയരുത്. ഒരു എന്തെങ്കിലും പറയുമ്പോൾ അത് എന്തെങ്കിലും വാക്ക് കറക്റ്റ് അത് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതുകൂടാണ്ട് ചേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ചില സ്ഥലത്തൊക്കെ ഫിനിഷിങ്, പാട്ടിൻ്റെ ഫ്ലോ, അക്ഷരസ്ഫുടത. ഇത് എന്ത് ഭാഷയാണെന്നറിയാമോ?
സാൻസ്ക്രിറ്റ്. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കണം. എന്താ പറഞ്ഞത്? സാൻസ്ക്രിറ്റ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ ലാസ്റ്റ് എൻഡിങ് എന്തായിരുന്നു എന്നോട് പറഞ്ഞു? സാൻസ്ക്രിറ്റ്. ഓക്കെ. അപ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കണം. ഇതിന്റെ ഉച്ചാരണം വളരെ കറക്റ്റ് ആയിരിക്കണം. ജാനകി, ജാനകി അല്ല ജാനകി എന്ന് പറഞ്ഞു. അക്ഷരസ്ഫുടതയാണ് മെയിൻ ആയിട്ട്. ഭവാബ്ധി. ഭവാബ്ധി. അതെ, ഭവാബ്ധി നൗക. നൗക. ഓക്കെ. ഇതൊക്കെ തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ആഗ്നസ് കുട്ടാ, എന്തോ നല്ല പാട്ടാണ് എടുത്തു വന്നിരിക്കണേ. ആഗ്നസ് ആകുമ്പോൾ നമുക്ക് എം ജി സാറ് പറഞ്ഞ മാതിരി നമുക്കൊക്കെ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നന്നായിട്ട് പാടുന്ന കുട്ടിയാണ്, നല്ല വോയിസാണ്. അപ്പോൾ ഇന്ന് എന്താ അറിയില്ല, കഴിഞ്ഞ എപ്പിസോഡിലും എനിക്ക് ചെറിയൊരു പഠിച്ചിട്ട് വരണേ ഇങ്ങനെ മാറി പഠിച്ചിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, എക്സാമിൻ്റെ സമയമില്ലാത്തതുകൊണ്ടാണോ അങ്ങനെ? ഇനിയിപ്പോൾ സമയമൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചിട്ട് വരണം. എങ്ങനെ പഠിക്കാറ്? കുറേ പ്രാവശ്യം കേൾക്കാറുണ്ടോ? പല്ലവി അങ്ങനെ ഓരോന്നതായിട്ട് പഠിക്കുക. എങ്ങനെ പഠിക്കുകയാണെങ്കിലും ഒരുപാട് പ്രാവശ്യം നമ്മളത് കേൾക്കണം. എങ്ങനെയാണ് പാടിയിരിക്കണമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി നോട്ട്സ് അടക്കം നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം പഠിക്കാൻ. അല്ലെങ്കിൽ ഇതുപോലെ മാറിപ്പോവും. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മോളും. ഇവരൊക്കെ കറക്റ്റ് ചെയ്ത് അതേ പോർഷൻസ് തന്നെയാണ് ഞാനും എഴുതിയിരിക്കുന്നത്. പിന്നെ ആ ഒരു അനുപല്ലവി മാത്രം ജസ്റ്റ് ഒന്ന് പാടുമോ? വിഷാദകാലേ സഖാത്വമേവ ഭയാന്ധകാരേ. നീട്ട് അവിടെ സുശീല നമ്മുടെ നീട്ടിയിട്ടാണ് പാട്ട്. ആരേ കുറച്ച് നീട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ സഖാത്വമേ, അവിടെയും മേവ അല്ല, പ്ലെയിൻ അല്ല, മേവ, അത് അങ്ങനെയാണ്. പിന്നെ പറഞ്ഞ സംഗതിയാണ് റിപ്പീറ്റിൽ വരണ. അപ്പൊ അങ്ങനെ കുറേ പഠിച്ചത് നന്നായിട്ട് മാറിപ്പോയിട്ടുണ്ടടാ. അപ്പൊ അത് നെക്സ്റ്റ് ടൈം എന്താ ചെയ്യേണ്ട വെച്ചാൽ നമ്മൾ കൂടെ പാടി നോക്കാതെ കുറേ പ്രാവശ്യം കേൾക്കുക. ഒരുപാട് പ്രാവശ്യം കേൾക്കണം മോളൂ, ഏത് വേർഷനാണെങ്കിലും. എന്നിട്ടേ നമ്മൾ കൂടെ പാടിയൊക്കെ നോക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഗ്രൂമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുക, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, പഠിച്ചതിന് ഡിഫറെൻ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വരാൻ കേട്ടോ. ഓൾ ദി ബെസ്റ്റാ. താങ്ക് യു ചേച്ചി. സോ അഗ്നൂസേ, എന്തോ മാർക്ക് സ്വാഭാവികമായിട്ട് കുറയും. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ കരഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങളെ ശവിച്ചിട്ടും കാര്യമില്ല. കാരണം ഇപ്പൊ തന്നെ അവരൊക്കെ മാർക്ക് ഇട്ട് കാണും, അതേ മാർക്ക് തന്നെ. 96 out of 100. താങ്ക് യു സാർ. ആടിയ ഒരു നൗഷാദ് പുക്കുറ്റി. ശരിയാക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഇന്നത്തെ നമ്മുടെ പെർഫോമൻസുകളും പാട്ടുകളും ഒക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരുപാട് എൻജോയ് ചെയ്ത് കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത ദിവസം അതിമനോഹരമായിട്ടൊരു എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.